ഹായ് ഓൾ, ഫെറ്റ്ലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും IT ഫീൽഡിലുള്ളവരാണെങ്കിൽ കേൾക്കാൻ നല്ല സാധ്യതയുള്ള ഒരു വേർഡാണ് API അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ API എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു IT റിലേറ്റഡ് എക്സാമ്പിളിൻ്റെ സഹായത്തോടെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ API എന്താണെന്ന് പറയാൻ സാധിക്കും. നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോവുകയാണെങ്കിൽ, നമ്മളൊരു ഫുഡ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമ്മളവിടെ ഇൻറ്ററാക്ട് ചെയ്യുന്നത് ആ ഹോട്ടലിലെ വെയിറ്ററുമായിട്ടായിരിക്കും അല്ലേ. അവിടെ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ഉണ്ട്, അവിടുത്തെ മെനു എന്താണ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ആ വെയിറ്ററോട് ചോദിച്ച് മനസ്സിലാക്കും. പക്ഷേ അതിൻ്റെ ബാക്കിൽ നടക്കുന്ന പ്രോസസ്സ്, അതായത് ആ കിച്ചണിൽ ആ ഫുഡ് ക്രിയേറ്റ് ചെയ്യാൻ നടക്കുന്ന പ്രോസസ്സൊന്നും നമുക്കവിടെ അറിയേണ്ട ആവശ്യമില്ല അല്ലേ. അതായത് ആ വെയിറ്റർ ഇവിടെ ആക്ട് ചെയ്യുന്നത് ഒരു ഇൻ്റർഫേസ് പോലെയാണ്. അതായത് വരുന്ന കസ്റ്റമറിനും ആ ഹോട്ടലും തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഇൻ്റർഫേസ് പോലെയാണ് ആ വെയിറ്റർ അവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സിറ്റുവേഷനെ നമ്മുടെ API കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ API ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആ വെയിറ്ററാണ്. അപ്പോൾ ഈ API എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് ആണ്. അതല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്. ഒരു സോഫ്റ്റ്വെയറിൻ്റെ രണ്ട് സൈഡ് തമ്മിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ API ആണ്. ഈ APIയുടെ പ്രധാന ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തേർഡ് പാർട്ടി ആപ്പിൽ നിന്നും അതിൻ്റെ ഡേറ്റ കളക്ട് ചെയ്യുന്നത് ആണ്. ഇപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ വെയിറ്ററാണ് API ആയിട്ട് ആക്ട് ചെയ്തത്. ഈ വെയിറ്റർ എന്താ ചെയ്യുന്നത്, അവിടെ നേരെ കിച്ചണിൽ പോയിട്ട് നമുക്ക് വേണ്ട ഫുഡും കാര്യങ്ങളും കൊണ്ടുവരിക അല്ലേ. അതേപോലെ തന്നെ നമുക്ക് വേണ്ട ഒരു ആപ്ലിക്കേഷനിൽ ഈ APIയുടെ സഹായത്തോടെ ആ ആപ്ലിക്കേഷന് വേണ്ട ഡേറ്റ ഒരു തേർഡ് പാർട്ടി ആപ്പിൽ നിന്നും ആ വെയിറ്റർ ചെയ്ത പോലെ തന്നെ നമുക്ക് വേണ്ട ഡേറ്റ അത് കളക്ട് ചെയ്ത് നമുക്ക് തിരിച്ചു തരും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഫോണിലുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും അല്ലേ വെതർ എന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എങ്ങനെയായിരിക്കും ആ വെതർ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത്? ഇത് വർക്ക് ചെയ്യുന്നത് ഈ APIയുടെ പ്രിൻസിപ്പിൾ വെച്ചാണ്. ഇപ്പോൾ ഗൂഗിളിൻ്റെ വെതർ ആപ്ലിക്കേഷൻ എടുക്കുകയാണെങ്കിൽ അത് ഈ API വേറൊരു വെതർ ആപ്പിൻ്റെ API യൂസ് ചെയ്തായിരിക്കും അതിന് വേണ്ട ഡേറ്റ കളക്ട് ചെയ്ത് നമുക്ക് കാണിക്കുന്നത്. ഈ കാലത്ത് മിക്ക ആപ്ലിക്കേഷനിലും ഈ API എന്ന സംഭവം ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഇതുകൊണ്ട് വളരെയധികം യൂസാണ് ഉള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ റെസിപ്പി എല്ലാം നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് API ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഒരു പാട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിറിക്സ് നോക്കാൻ വേണ്ടി നമുക്ക് API ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു QR കോഡ് സ്കാൻ ചെയ്തത് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നത് ഓൾസോ ഈ API വെച്ചിട്ടാണ്. അങ്ങനെ ധാരാളം ഉപയോഗങ്ങൾക്ക് നമുക്ക് ഈ API ഉപയോഗിക്കാൻ സാധിക്കും. മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് ഈ API വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ നടക്കുന്ന കോംപ്ലക്സിറ്റി നമുക്ക് അറിയാതെ തന്നെ ആ ടാസ്ക് അവിടെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ എക്സാമ്പിൾ റെസ്റ്റോറൻറ്റ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മളവിടെ ഒരു കസ്റ്റമറാണ്. നമ്മളവിടെ വന്ന് ഓർഡർ ചെയ്യുകയാണ്, ഇതുപോലെ എനിക്ക് ചിക്കൻ ബിരിയാണി വേണമെന്ന്. പക്ഷേ നമുക്കവിടെ ആ ആൾക്ക് ആ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ അറിയണമെന്നില്ല ആ പ്രൊഡക്റ്റ് അവിടെ കിട്ടാൻ വേണ്ടി. സെയിം കാര്യം തന്നെയാണ് ഈ APIയുടെ കേസിൽ നടക്കുന്നത്. ആപ്ലിക്കേഷൻ്റെ സൈഡ് വരുമ്പോൾ നമുക്ക് API ഉണ്ടെങ്കിൽ അവിടെ ബാക്ക് എൻഡിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയേണ്ട ആവശ്യമേ ഇല്ല. നമുക്ക് വേണ്ട സാധനം ജസ്റ്റ് ഓർഡർ ചെയ്യുക, APIയുടെ സഹായത്തോടെ നമുക്കത് തിരിച്ച് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമുക്കൊരു മൊബൈൽ ഡെവലപ്മെൻറ്റിൻ്റെ പ്രോസസ്സ് എടുക്കാം. അവിടെ ആ മൊബൈൽ ഡെവലപ്പറിന് ആ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ആ മൊബൈലിൻ്റെ വൈഫൈ കണക്ഷനുമായിട്ടോ അല്ലെങ്കിൽ GPS കണക്ഷനും ഓർത്ത് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. കാരണം ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ ഈ ഡെവലപ്പേഴ്സിന് ഒരു ബഞ്ച് ഓഫ് APIs കൊടുക്കും. ഈ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു വൈഫൈ കണക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ GPS കണക്ഷൻ ആണെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ ആ ഡെവലപ്പ് ചെയ്യുന്നവർക്ക് അതിൻ്റേതായ API കൊടുക്കും. അപ്പോൾ നമ്മൾ APIയുടെ രണ്ട് ഉപയോഗങ്ങളെ പറ്റി പറഞ്ഞു. തേർഡ് പാർട്ടിയിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യുന്നതും അതേപോലെ തന്നെ കോംപ്ലക്സിറ്റി ഹൈഡ് ചെയ്യുന്നതും. അടുത്തെന്ന് പറയുന്നത് ഫങ്ഷനാലിറ്റി എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു യൂസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ആയാലും ആപ്പിൾ ആയാലും അതിൻ്റെ എല്ലാം നമുക്ക് ഹോം സ്ക്രീനിൽ വിഡ്ജറ്റ് എന്നൊരു ഓപ്ഷൻ ആഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നതും ഈ APIയുടെ സഹായത്തോടു കൂടിയാണ്. ഈ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ iOSനോട് അല്ലെങ്കിൽ ആൻഡ്രോയിഡിനോട് പറയും, ഇതുപോലൊരു വിഡ്ജറ്റ് എൻ്റെ പക്കലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഈ വിഡ്ജറ്റ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന വിഡ്ജറ്റ് ഇപ്പോൾ വെതർ ആണെങ്കിലും അങ്ങനെയുള്ള കലണ്ടർ ആണെങ്കിലും വിഡ്ജറ്റൊക്കെ റൺ ചെയ്യുന്നത് ഈ APIയുടെ സഹായത്തോടു കൂടിയാണ്. മറ്റൊരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിളിൻ്റെ അസിസ്റ്റൻ്റ് ആണ്. അതെന്ന് പറയുന്നത് ഗൂഗിൾ ഡെവലപ്പ് ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ അത് നമ്മുടെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ചെയ്യണമെങ്കിൽ അവിടെയും സംഭവിക്കുന്നത് ഈ API വഴി തന്നെയാണ്. ഈ APIയുടെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നല്ല പ്രൊവൈഡ് ചെയ്യുന്ന സെക്യൂരിറ്റിയാണ്. നമ്മളെല്ലാവരും ഈ കാണുന്ന നോട്ടിഫിക്കേഷൻ കണ്ടിട്ടുണ്ടാവും അല്ലേ. അതിപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് എടുത്താൽ അത് ലൊക്കേഷൻ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കും. അതേപോലെ ഇപ്പോൾ മൈക്രോഫോൺ എടുത്തു കഴിഞ്ഞാൽ അത് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കും അല്ലേ. ഇപ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിൽ വളരെ കുറച്ച് API മാത്രമേ ഉള്ളൂ അതിൻ്റെ പല കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് എടുക്കുമ്പോൾ iOSനോ അല്ലെങ്കിൽ ആൻഡ്രോയിഡിനോ വളരെ എളുപ്പമാണ് നമ്മുടെ സിസ്റ്റം എപ്പോഴൊക്കെയാണ് ലൊക്കേഷൻ ആക്സസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ എടുക്കുമ്പോൾ ചോദിക്കുന്ന പെർമിഷൻ ചോദിക്കുന്നത് ആ ആപ്പാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അത് ആ സിസ്റ്റത്തിൻ്റെ
APIയുടെ സഹായത്തോടു കൂടിയാണ് ആ പെർമിഷൻ ചോദിക്കുന്ന പ്രോസസ്സ് അവിടെ നടക്കുന്നത്. അതേപോലെ തന്നെ ഈ പെർമിഷൻ നമുക്ക് റിവോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഓൾസോ നമുക്ക് ഈ സിസ്റ്റം തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പെർമിഷൻ എപ്പോൾ ചോദിച്ചാലും നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മൾ വൺ ഓഫ് ദി API യൂസ് ചെയ്യുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ഓൾസോ API വളരെയധികം മുൻഗണന കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പല ആപ്ലിക്കേഷനും നമ്മളൊരു സൈനപ്പ് ചെയ്യാനുള്ള മടി കൊണ്ട് നമ്മൾ വളരെ എളുപ്പത്തിൽ സൈൻ ഇൻ വിത്ത് ഫേസ്ബുക്ക് അല്ലെങ്കിൽ സൈൻ ഇൻ വിത്ത് Gmail എന്ന ഓപ്ഷൻ കൊടുക്കും അല്ലേ. ഇവിടെ അത് കൊടുക്കുമ്പോൾ അതൊരു പെർമിഷൻ നമ്മളോട് ചോദിക്കും. അതായത് നമ്മുടെ എന്തൊക്കെ ഡേറ്റയും കാര്യങ്ങളുമാണ് അത് ആക്സസ് ചെയ്യാൻ പോകുന്നത്, അങ്ങനെ പല കാര്യങ്ങളും നമ്മളോട് ചോദിക്കും. നമ്മൾ പലരും അത് വായിച്ചു പോലും നോക്കാതെ ജസ്റ്റ് ഇത് ഓക്കെ കൊടുത്ത് പെർമിഷൻ കൊടുക്കും അല്ലേ. ഇവിടെ സംഭവിക്കുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളീ കൊടുക്കുന്ന പെർമിഷൻ അത് എത്ര നാൾ ലാസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾക്ക് പോലും അറിയില്ല. അങ്ങനെ നമ്മൾ പല ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഏതൊക്കെ ആപ്ലിക്കേഷനാണ് നമ്മുടെ പേഴ്സണൽ ഡേറ്റയിലേക്ക് ആക്സസ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ തന്നെ മറന്നുപോകും. ചില ആപ്ലിക്കേഷനൊക്കെ നമ്മൾ കുറേ നാളായിട്ട് ഉപയോഗിക്കാതിരുന്നാൽ പോലും നമ്മളിപ്പോൾ ആ ആപ്പ് ലോഗിൻ ചെയ്യാൻ ഫേസ്ബുക്കാണ് ഉപയോഗിച്ചതെങ്കിൽ ആ ആപ്ലിക്കേഷന് ഇപ്പോഴും നമ്മുടെ പേഴ്സണൽ ഡേറ്റയിലും കാര്യങ്ങളൊക്കെ ആക്സസ് ഉണ്ടാവും. ഇപ്പോൾ ആ ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഒരു ഡേറ്റ ബ്രീച്ചോ കാര്യങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ ഡേറ്റ തന്നെ ഡേറ്റ ബ്രീച്ചിൽ പോകുന്നതായിരിക്കും. പിന്നെ അത് വലിയ പ്രശ്നങ്ങളുണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ API നമുക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് API എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റി ഗാർഡ് പോലെയാണ്. നമ്മൾ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പേഴ്സണൽ ഡേറ്റയും കാര്യങ്ങളും ഒക്കെ അവിടെ പോകത്തുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഈ കൊടുക്കുന്ന പെർമിഷനും കാര്യങ്ങളും ഒക്കെ എത്ര നാൾ ലാസ്റ്റ് ചെയ്യുന്നതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്മളിനിയും ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഈ പെർമിഷൻ എല്ലാം റിവോക്ക് ചെയ്യാൻ എന്നുള്ള കാര്യം കൂടെ പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ API കുറിച്ചുള്ള ഈ ടോപ്പിക് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന പല ആപ്ലിക്കേഷനിലും നല്ല മിക്ക ആപ്ലിക്കേഷനിലും ഈ APIകളുണ്ട്. ഈ API ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. പല മൾട്ടിപ്പിൾ പ്രോഗ്രാം ഒരേ ടൈമിൽ യൂസ് ചെയ്യുന്നത് അതിനുവേണ്ടി നമുക്ക് API ഉപയോഗിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ കോംപ്ലക്സിറ്റി ഹൈഡ് ചെയ്യാൻ സാധിക്കും. അതായത് ബാക്ക് എൻഡിൽ നടക്കുന്ന വലിയ പ്രോസസ്സ് എന്താണെന്ന് അറിയാതെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് തരുന്ന രീതിയിൽ നമുക്ക് API ഉപയോഗിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഫംഗ്ഷനാലിറ്റി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഓൾസോ നമുക്ക് API യൂസ് ചെയ്യാൻ സാധിക്കും. ഞാൻ പറഞ്ഞ വിഡ്ജറ്റിൻ്റെ എക്സാമ്പിൾ പോലെ തന്നെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മറ്റൊരു ആപ്പ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ പറഞ്ഞ പോലെ സെക്യൂരിറ്റിയുടെ കാര്യത്തിലും API വളരെയധികം മുന്നിലാണ്. നമ്മുടെ പെർമിഷൻ ചോദിച്ചിട്ട് മാത്രമേ APIയും കാര്യങ്ങളുമൊക്കെ നമ്മുടെ ഡേറ്റയും കാര്യങ്ങളും കളക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ API എന്നാൽ എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഇത് ഡിസ്കസ് ചെയ്തത്. API എന്ന് പറഞ്ഞാൽ ഇനിയും ധാരാളം പഠിക്കാനുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള വീഡിയോ കമൻറ്റ് ബോക്സിൽ പറയാം. ഞാൻ റിസർച്ച് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. ബൈ.